Good morning, friends. Hello, good morning. Hello. Good morning, sir. Good morning, sir. Okay. So in the previous class, we were discussing about the types of supports. ഏതൊക്കെ ടൈപ്പ് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സിംഗിൾ സപ്പോർട്ട്, റോളർ സപ്പോർട്ട്, ഹിഞ്ച് ഓ പിൻഡ് സപ്പോർട്ട്, ഫിക്സഡ് സപ്പോർട്ട് എന്നിങ്ങനെ 4 ടൈപ്പ് സപ്പോർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് തന്നെ നമ്മൾ ഓരോ സപ്പോർട്ട് സിംഗിൾ സപ്പോർട്ടാണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം സിംഗിൾ സപ്പോർട്ട്. ഹലോ, ഇടയ്ക്ക് നെറ്റ് കട്ടായി. ഹലോ, കേൾക്കാമോ ഇപ്പോൾ? കേൾക്കാം. ഓക്കെ, ഇരിക്കുന്ന നെറ്റ് ഇതായതാണ്. പ്രസന്റേഷൻ ഒന്നും കാണാൻ വയ്യായിരുന്നോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നേരത്തെ സിമ്പിൾ സപ്പോർട്ട്സിനെ കുറിച്ചായിരുന്നു നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സിമ്പിൾ സപ്പോർട്ട്. ദെൻ അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഡയഗ്രം വരുന്നത് എങ്ങനെയാണ്? സിമ്പിൾ സപ്പോർട്ടിന്റെ എവിടെയാണോ സപ്പോർട്ട് അവിടെ റിയാക്ഷൻ വരും. ദെൻ റോളർ സപ്പോർട്ട്സിന്റെ എക്സാമ്പിൾസ് ആണ് ഈ കാണിക്കുന്നത്. ഇതെല്ലാം സപ്പോർട്ട്സിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ഹിഞ്ച് സപ്പോർട്ട് നമുക്ക് പർട്ടിക്കുലർ പോയിന്റ് ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹിഞ്ച് സപ്പോർട്ട് ഓർ പിൻഡ് സപ്പോർട്ട് ബോത്ത് ആർ സെയിം, ഹിഞ്ച്ഡ് ഓർ പിൻ. ഓക്കെ, അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഡയഗ്രം വരുന്നത് ഇങ്ങനെയാണ്. ദർ വിൽ ബി എ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആൻഡ് ദർ വോണ്ട് ബി എനി റിയാക്ഷൻ മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷേ വെർട്ടിക്കൽ ഫോഴ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി എ വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് എ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി ഡയഗ്രമാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. Then these are the fixed support. Fixed support ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ they will be restricting all the vertical, horizontal and all the മൂവ്മെന്റ്. എല്ലാ ഫോഴ്സുകളും റെസ്ട്രിക്ട് ചെയ്യുന്നു. കാരണം ഒരു മൂവ്മെന്റും പെർമിറ്റ് ചെയ്യുന്നില്ല ഫിക്സഡ് സപ്പോർട്ട്. ഓക്കെ, റൊട്ടേഷണൽ മൂവ്മെന്റോ വെർട്ടിക്കൽ മൂവ്മെന്റോ ഹൊറിസോണ്ടൽ മൂവ്മെന്റോ ഒന്നും, സ്ലൈഡിംഗ് മൂവ്മെന്റോ ഒന്നും പെർമിറ്റ് ചെയ്യുന്നില്ല ഫിക്സഡ് സപ്പോർട്ട്. സോ there will be a vertical reaction, horizontal reaction and a momentary reaction. അതാണ് നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നത്. ഈ രീതിയിലാണ്. ഓക്കെ, then types of loading നമ്മൾ പറഞ്ഞു. കോൺസെൻട്രേറ്റഡ് ലോഡ്, പോയിന്റ് ലോഡ്, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, then യൂണിഫോംലി വേരിയിങ് ലോഡ്, പിയർ മൂവ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഇത്രയും പറഞ്ഞതല്ലായിരുന്നോ? എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ? കോൺസെൻട്രേറ്റഡ് ഹലോ ഹലോ കേൾക്കാമോടെ? ഇത് നമ്മൾ പറഞ്ഞതായിരുന്നു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലേ? അതെ സാർ. ഓക്കെ, യൂണിഫോം വേരിയിങ് ലോഡ്. അപ്പോൾ റിസൾട്ടന്റ് ലോഡ് എന്ന് പറയുമ്പോൾ യൂണിഫോം വേരിയിങ് ലോഡിന് R = B L
ഡിവൈഡഡ് ബൈ 2 എന്നുള്ള രീതിയിലാണ് വരുന്നത്. യൂണിഫോം വേരിയിങ് ലോഡിന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടില്ല സിലബസിൽ. നിങ്ങൾ യൂഡിഎലിന്റെ പ്രോബ്ലംസ് വരെ ചെയ്താൽ മതിയാവും. അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന എക്സാമ്പിളായിട്ട് ഡയഗ്രാം വരുന്നത്. അതായത് നമുക്ക് പോയിന്റ് ലോഡ്സ്, ദീസ് ആർ പോയിന്റ് ലോഡ്സ്, അതായത് W1, W2, W3 ആർ ദ പോയിന്റ് ലോഡ്സ് ആക്ടിങ് ഓൺ ദിസ് പെർട്ടിക്കുലർ സപ്പോർട്ട്, ദിസ് പെർട്ടിക്കുലർ ബീം വിച്ച് ഇസ് ബീങ് സപ്പോർട്ടഡ് ബൈ എ റോളർ സപ്പോർട്ട്. രണ്ട് സൈഡിലും റോളർ സപ്പോർട്ട്സ് വരുന്നതാണ്. ഈ ബീമിനെ റോളർ സപ്പോർട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ബീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദീസ് ആർ ദ പോയിന്റ് ലോഡ്സ്, W1, W2, W3 ആർ ദ പോയിന്റ് ലോഡ്സ്. ഓക്കെ, ദെൻ UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, അതായത് ഇത്ര കിലോഗ്രാം ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇത്ര ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, നമുക്ക് ഇത്ര 5 ന്യൂട്ടൺ പെർ മീറ്റർ അല്ലെങ്കിൽ 10 ന്യൂട്ടൺ പെർ മീറ്റർ, ദാറ്റ് ഈസ് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമ്മളിപ്പോ ഒരു ബീം, വീടുകളിലുള്ള ബീമിലൊക്കെ വരുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് അല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ യൂണിഫോം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വെയിറ്റ് വന്നേക്കുന്നത്. അല്ലാതെ നമുക്കൊരു പോയിന്റ് ലോഡ് ആയിട്ടല്ല നമുക്ക് വെയിറ്റ് വന്നേക്കുന്നത്. വി ക്യാൻ കൺവേർട്ട് ദ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇൻ ടു എ പോയിന്റ് ലോഡ് ഇഫ് യു നോ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം. ബീമിന്റെ ടോട്ടൽ ലെങ്ത് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ സപ്പോസ് ദിസ് ഇസ് 5 ന്യൂട്ടൺ പെർ മീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് 10 സെന്റിമീറ്റർ. ഓക്കെ, ഇത് 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, അല്ലെങ്കിൽ 5 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. എന്നിട്ട് ബീമിന്റെ ലെങ്ത് 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ പോയിന്റ് ലോഡ്? 5 into 10, 50 ന്യൂട്ടൺ ആണ് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ ആണ്. ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ലോഡ് വിൽ ബി ആക്ടിങ് അറ്റ് ദ സെന്റർ, കറക്റ്റ് സെന്ററിൽ. ഇതിന്റെ ഈ ഒരു ലെങ്ത്തിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും, UDL ആക്ട് ചെയ്യുന്ന ലെങ്ത്തിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും ആ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ദിസ് ഈസ് യൂണിഫോംലി വേരിയിങ് ലോഡ്. അതായത് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ ആ ഒരു ന്യൂട്ടൺ പെർ മീറ്റർ നമുക്ക് എന്ത് ചെയ്യുന്നു, കൂടി വരികയാണ്, ലോഡ് കൂടി വരികയാണ്. സെയിം ലോഡല്ല. ഇവിടെ നമ്മൾ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും സെയിം 5 ന്യൂട്ടൺ എന്നുള്ള രീതിയിലാണ് 5 ന്യൂട്ടൺ പെർ മീറ്റർ വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അങ്ങനെയല്ല, അത് നമുക്ക് വേരിയിങ് ലോഡാണ്. ഇതാണ് യൂണിഫോംലി വേരിയിങ് ലോഡ്. ഓക്കെ, അപ്പൊ ഇതൊരു ടൈപ്സ് ഓഫ് എക്സാമ്പിൾ ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്ത് പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് 2 എൻഡിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു, ഈ കേസിനകത്ത് 2 എൻഡിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, സപ്പോർട്ട്സ് ഉള്ളൂ. സോ എവിടെയൊക്കെ സപ്പോർട്ട്സ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് എന്ത് പറ്റും, റിയാക്ഷൻസ് ഉണ്ടാവും. സോ 2 പോയിന്റിൽ സപ്പോർട്ട്സ് വരുന്നുണ്ട്, 2 റിയാക്ഷൻ RA RB. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദ ബീം, AB ഈസ് ദ ബീം ആൻഡ് 2 ലോഡ്സ് ആർ ആക്ടിങ് ഓൺ ദിസ് ബീം, പോയിന്റ് ലോഡ്സ് W1 W2 എന്ന് പറയുന്ന 2 പോയിന്റ് ലോഡുകൾ ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡയഗ്രാം കാണിച്ചതേ ഉള്ളൂ, എക്സാമ്പിൾ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സാമ്പിൾ ഓഫ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. ദിസ് ഈസ് ഓൾസോ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം where there is support at 2 points A and B. So reactions are acting vertically. RA and RB reactions are acting vertically. So ഇപ്പോൾ ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു UDL നമുക്ക് എങ്ങനെ എഴുതാം? ഇതെന്താണ്, ഇതാണ് UDL, മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് UDL. അപ്പൊ അത് എത്ര ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കും UDL. സോ വെൻ വി ആർ കൺവേർട്ടിംഗ് ദിസ് UDL, ഹൗ വി ക്യാൻ കൺവേർട്ട് ദിസ് UDL ഇൻ എ പോയിന്റ് ലോഡ്? എങ്ങനെയാണ് നമുക്ക് പോയിന്റ് ലോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അതിപ്പോ ഇങ്ങനെയാണ് AB വന്നേക്കുന്നത് കഴിഞ്ഞാൽ, AB ഇങ്ങനെയാണ് വന്നേക്കുന്നത്, റിയാക്ഷൻ അറ്റ് A, റിയാക്ഷൻ അറ്റ് B, and the length of the beam is suppose L ആണ് ലെങ്ത് ഓഫ് ദ ബീം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് W per യൂണിറ്റ് ലെങ്ത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് per യൂണിറ്റ് ലെങ്ത് എന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ W ന്യൂട്ടൺ ആണ് ആക്ട് ചെയ്യുന്നത്. W ന്യൂട്ടൺ is being acted upon, ന്യൂട്ടൺ per meter is being acted upon this particular length. Okay, W ന്യൂട്ടൺ per meter is acted upon this particular length. So ഇതിനെ നമ്മളൊരു പോയിന്റ് ലോഡ് ആയിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? W into L is the total weight. This particular W into weight, നമുക്ക് ടോട്ടൽ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് എത്രയാണ്? W per യൂണിറ്റ് ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. W ന്യൂട്ടൺ per മീറ്റർ ആണ് നമുക്ക് എന്ത് ആക്ട് ചെയ്യുന്നത്, ഇതിനകത്ത് മുകളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് W into L ആണ്, ടോട്ടൽ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് പെർട്ടിക്കുലർ ഫോഴ്സ് വിൽ ബി ആക്ടിങ് അറ്റ് ദ സെന്റർ, കറക്റ്റ് സെന്ററിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, WL ആക്ട് ചെയ്യുന്നത്. W into L will be acting at the center. അതായത് സെന്റർ എന്ന് പറയുന്നത് CG, സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അത് എത്ര വരും? L/2 അത് എപ്പോഴും വരുന്നത്.
L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ UDL ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ UDL ആണ്. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് ഓൾസോ ദ ലെങ്ത് ഓഫ് ദ ബീം. ഈ കേസിൽ ലെങ്ത് ഓഫ് ദ UDLും ലെങ്ത് ഓഫ് ദ ബീമും സെയിം തന്നെയാണ് വരുന്നത്. ലെങ്ത് ഓഫ് ദ UDL ഇവിടം വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ലെങ്ത് എത്രയാണ് അതിന്റെ സെന്ററിലാണ് നമുക്ക് എന്ത് വരുന്നത്, ലോഡ് വരുന്നത്. ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. UDL എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ദിസ് ഇസ് ദ യൂണിഫോം വേരിയിങ് ലോഡ്. അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ പ്രോബ്ലം വരുന്നില്ല. ഞാൻ ഒരു പ്രോബ്ലം ഇതിനകത്ത് ചെയ്യിപ്പിക്കുക, എന്നാലും യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും യൂണിഫോം വേരിയിങ് ലോഡ് ഇൻ കേസ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാനൊരു പ്രോബ്ലം ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കേൾക്കാമോ? വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഫിഗർ എല്ലാവർക്കും കാണാനും പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അനലിറ്റിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതെല്ലാവരും ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ എങ്ങനെയാണ്, ഇതൊന്നും എഴുതണ്ട, ഇത് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുതണ്ട, ഇത് സ്റ്റെപ്പാണ്. നിങ്ങൾ എഴുതണ്ട, ഞാൻ പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ ആ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മളൊരു ഇതിനകത്ത് ബീമിന്റെ പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം AB which is supported at 2 points A and B. A and B എന്ന് പറയുന്ന പോയിന്റുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബീമുണ്ട്. സോ there will be two reactions RA and RB. അല്ലേ, എയിലും ബിയിലും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാരണം there will be reaction at A, that is RA, and ഇവിടെയും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാരണം there will be reaction at B, that is RB. And we are having various loads W1, W2, W3 എന്ന് പറയുന്ന പോയിന്റ് ലോഡ് ഏതിനകത്ത് ആക്ട് ചെയ്യുന്നുണ്ട്? These point loads are being acted upon the beam. അല്ലെ, ബീമിൽ പോയിന്റ് ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട് W1, W2 and W3. W1 is acting at a distance of small a from the end capital A. Capital A യിൽ നിന്നും A ഡിസ്റ്റൻസ് അകലെയാണ് W1 ആക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എയിൽ നിന്നും സ്മോൾ ബി ഡിസ്റ്റൻസ് അകലെയാണ് W2 ആക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എയിൽ നിന്നും സ്മോൾ സി ഡിസ്റ്റൻസ് അകലെയാണ് W3 ആക്ട് ചെയ്യുന്നത്. And the length of the beam is equal to L. Okay, we need to find out the reaction RB. Suppose we need to find out the reactions RB and RB. അതാണ് RA. അത് രണ്ടോളം കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. RAയും RBയും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? How we can solve this particular problem? അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് അല്ലെ. സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കണ്ടീഷൻ എന്താണ്? സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്നുണ്ടെങ്കിൽ സിഗ്മ FX is equal to 0, സിഗ്മ FY is equal to 0. ഓക്കെ, ഫോർ എ കൺകറന്റ് സിസ്റ്റം. ഒരു കൺകറന്റ് സിസ്റ്റത്തിനകത്ത് ഇതാണ് കണ്ടീഷൻ. ഫോർ എ പാരലൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സിഗ്മ M is also equal to 0, sum of all the moment is equal to 0. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഫോർ എ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് സിഗ്മ FX is equal to 0, സിഗ്മ FY is equal to 0. ഫോർ എ കോപ്ലാനർ പാരലൽ സിസ്റ്റം ഓഫ് ഫോഴ്സസ് സിഗ്മ FX is equal to 0, സിഗ്മ FY is equal to 0 and സിഗ്മ M is equal to 0. അതായത് sum of all the moment is also equal to 0. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ആൻ ഇക്വിലിബ്രിയം സിസ്റ്റം. എപ്പോഴും ഒരു ഇക്വിലിബ്രിയം സിസ്റ്റത്തിന്റെ കണ്ടീഷൻ ഇതാണ്. ദർ ഇസ് നോ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻ ദിസ് കേസ്. റിസൾട്ടന്റ് ഫോഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ദർ ഇസ് നോ റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇതിനകത്തില്ല, കാരണം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ദർ ഇസ് നോ നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. അപ്പൊ എപ്പോഴും ഇങ്ങനെ ബീമിന്റെ കേസുകളൊക്കെ വരുമ്പോൾ നമ്മൾ ബീംസ് സപ്പോർട്ട്സിനകത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് നോ റിസൾട്ടന്റ് ഫോഴ്സ്. The resultant force is equal to 0 and sigma FX is equal to 0, sigma FY is equal to 0 and sigma M is equal to 0. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ we need to find out the reactions RA and RB in terms of W1, W2, W3. W1, W2, W3 യുടെ വാല്യൂ നമുക്ക് തന്നേക്കും. മിക്ക പ്രോബ്ലത്തിലും W1, W2, W3 യുടെ വാല്യൂ തന്നേക്കും. We need to find out the reactions RA and RB that is acting on the beam. നമ്മൾ ബീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം റിയാക്ഷൻ വരും എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക, നമ്മളിപ്പോൾ ഒരു ബീം ഉണ്ട്, അതിനകത്ത് കുറേ വെയിറ്റുകളൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് റിയാക്ഷൻസിൽ എത്രത്തോളം, അതിൻ്റെ എൻഡിൽ, ആ ബീമിൻ്റെ എൻഡിൽ റിയാക്ഷൻ എത്രത്തോളം വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ എഞ്ചിനീയറിംഗ് പെർസ്പെക്റ്റീവിൽ ചെയ്യേണ്ടത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. RAയും RBയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് ആ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ RA RB നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് സിഗ്മ FX വല്ലതും ഉണ്ടോ ഇതിനകത്ത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സസ് വല്ലതും ഉണ്ടോ? ഇല്ല, അപ്പോൾ നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് സിഗ്മ FY, വെർട്ടിക്കൽ ഫോഴ്സസ്. വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്. RA മുകളിലേക്ക്, RB മുകളിലേക്ക്, W1 താഴേക്ക്, W2 താഴേക്ക്, W3 താഴേക്ക്. അതായത് മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ് എടുക്കുക, താഴേക്കുള്ളത് നെഗറ്റീവ് എടുക്കുക.
സൈൻ കൺവെൻഷൻ അതേ തന്നെ ഫോളോ ചെയ്യുക. ഇംപ്ലൈസ് ആർ എ പ്ലസ് ആർ ബി എന്ത് വരും? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു W1 പ്ലസ് W2 പ്ലസ് W3. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഒന്നുകൂടി ആ ബീമിന്റെ കേസ് എടുക്കുന്നുണ്ട് ഒന്നുകൂടി പറയുകയാണ്. ദിസ് ഈസ് അവർ വൺ സൊല്യൂഷൻ. ആർ എ പ്ലസ് ആർ ബി എന്ന് പറയുന്നത് W1 പ്ലസ് W2 പ്ലസ് W3 ആണ്. ഓക്കെ, നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ആർ എ കിട്ടണം, ആർ ബിയും കിട്ടണം. അതിന് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സം ഓഫ് ഓൾ ദ മൊമെന്റ് ഈസ് ഈക്വൽ ടു 0. സം ഓഫ് ഓൾ ദ മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു ടേക്ക് ദ പോയിന്റ് എ, മൊമെന്റ് അബൌട്ട് എ. ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക. മൊമെന്റ് അബൌട്ട് എ എടുക്കുകയാണ്. മൊമെന്റ് അബൌട്ട് എ ഈസ് ഓൾസോ 0. മൊമെന്റ് അബൌട്ട് ബി ഈസ് ഓൾസോ 0. ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മൊമെന്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ എഴുതുകയാണ്. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ എങ്ങനെ വരും? ഹൗ വി ക്യാൻ ടേക്ക് ദ മൊമെന്റ് അബൌട്ട് എ? വാട്ട് ഈസ് മൊമെന്റ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആർ എ എടുക്കുന്നു. ആർ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എ ഇൻറ്റു എ എന്ത് വരും? മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഫോഴ്സ് ആർ എ ഫ്രം എ? എനിവൺ? What is the perpendicular distance of force RA from A? എത്രയാണ് perpendicular distance? Perpendicular distance ഉണ്ടോ? ഇല്ല. 0 ആണ്. കാരണം RA is acting at the point A itself, അല്ലേ? RA എന്ന് പറയുന്നത് എയിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. സോ വെൻ വി ആർ ടേക്കിംഗ് ദ മൊമെന്റ്, സം ഓഫ് ഓൾ ദ മൊമെന്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ RA ഇൻറ്റു എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എ എന്ന് പറയുമ്പോൾ ആ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് 0 തന്നെ വരും. യഥാർത്ഥത്തിൽ നമ്മൾ ഇത് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിങ്ങനെ എടുക്കണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. ആർ ഇൻറ്റു 0 വന്നത് അത് ക്യാൻസൽ ആയി പോകും. ആർ ഇൻറ്റു 0 മീൻസ് വാട്ട്? 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ഫോഴ്സ് W1. W1 എയിൽ നിന്ന് നോക്കുമ്പോൾ W1 ഇൻറ്റു എ നമുക്ക് എന്ത് പറ്റും? ഏത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? W1 ഇൻറ്റു എ. W1 ഇൻറ്റു എ ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ദിസ് ഈസ് പോസിറ്റീവ്. This is positive. Okay, W1 ന്റെ ഇത് എങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ തള്ളവിരൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുക. W1 ന്റെ പോയിന്റിൽ 4 ഫിംഗർ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ 4 ഫിംഗർ റൊട്ടേറ്റ് ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ? എല്ലാവരും ചെയ്ത് നോക്കിയേ. പോയിന്റ് എയിൽ തമ്പ് വെക്കുക. W1 ന്റെ ഡയറക്ഷനിൽ നമ്മൾ 4 ഫിംഗർ മൂവ് ചെയ്ത് നോക്കുക. സോ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് പോസിറ്റീവ്. ദെൻ അടുത്ത ഫോഴ്സ് W2 പ്ലസ് W2 എന്തുകൊണ്ട്? അതും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് W2 ഇൻറ്റു ബി. അത് ക്ലോക്ക് വൈസ് ആണ്. തമ്പ് ഇവിടെ വെച്ചിട്ട് ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. അതും ക്ലോക്ക് വൈസ് വരും. നെക്സ്റ്റ് W3 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം W3 ടു എ സി ആണ്. സോ W3 ഇൻറ്റു സി. ദെൻ അടുത്ത ഫോഴ്സ് ഏതാണ്? ആർ ബി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പ് ഇവിടെ വെച്ചിട്ട് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും തമ്പ് നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് പറയുന്നത് തള്ളവിരൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുക. തള്ളവിരൽ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചതിന് ശേഷം ബിയുടെ ഡയറക്ഷനിൽ നമ്മൾ ആർ ബിയുടെ ഡയറക്ഷനിൽ നമ്മളൊന്ന് 4 ഫിംഗർ മൂവ് ചെയ്ത് നോക്കി. ഏത് ഡയറക്ഷനിലാണ് നമ്മളുടെ 4 ഫിംഗർ റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദാറ്റ് ഈസ് മൈനസ് വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ളതെല്ലാം ലെഫ്റ്റ് സൈഡിൽ എടുത്തു, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൈറ്റ് എടുത്ത് അങ്ങനെ എടുക്കണമെങ്കിലും എടുക്കാം. ഈക്വൽ ടു സൈനിന്റെ. അപ്പൊ നമ്മളിപ്പോൾ പറയുന്നത് എല്ലാം ഒരേ ഡയറക്ഷനിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോസിറ്റീവ് എടുത്തു, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എടുത്തു. സോ ദിസ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ആർ ബി ഈസ് ആക്ടിങ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ മൈനസ് വരും. മൈനസ് ആർ ബി ഇൻറ്റു വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് ആർ ബി ഫ്രം എ? എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? L ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 0. മൊത്തത്തിൽ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്ത് W1 ഇൻറ്റു എ പ്ലസ് WB2 ഇൻറ്റു ബി പ്ലസ് W3 ഇൻറ്റു സി ഇസ് ഈക്വൽ ടു RB ഇൻറ്റു L കിട്ടത്തില്ലേ? കാരണം ആർ ബി ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. 0 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഈക്വലിറ്റിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആവും. സോ RB ഇൻറ്റു L ഇസ് ഈക്വൽ ടു WA പ്ലസ് W2B ഇൻറ്റു W3C. അതിൽ നിന്ന് RB എന്ത് കിട്ടും? RB ഇസ് ഈക്വൽ ടു W1A പ്ലസ് W2B പ്ലസ് W3C ഡിവൈഡഡ് ബൈ L. ഇത് എഴുതണ്ട കേട്ടോ, ഞാനിപ്പോൾ പറഞ്ഞതിന് ശേഷം പിന്നീട് എഴുതാൻ ഞാൻ കാണിച്ചു തരാം. എഴുതാനുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ RB ഇസ് ഈക്വൽ W1A പ്ലസ് W2B പ്ലസ് W3C ഡിവൈഡഡ് ബൈ L. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് RB. ഫ്രം ആഫ്റ്റർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് RB, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1, യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് RA. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതിനകത്ത്? പറഞ്ഞതിന് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വ്യക്തമാണോ? ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ വരച്ചോളൂ, ഒന്ന് ഡയഗ്രാം വരച്ചോളൂ. ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രാം ഒന്ന് വരച്ചോളൂ. ബീം എ ബി വരയ്ക്കുക, റിയാക്ഷൻസ് ആർ ബി വരയ്ക്കുക, ദെൻ W1 W2 W3 വരയ്ക്കുക. എയിൽ നിന്നും സ്മോൾ എ, സ്മോൾ ബി, എയിൽ നിന്ന് സ്മോൾ സി, എയിൽ നിന്നും ബി വരെയുള്ള ലെങ്ത്, ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് സ്മോൾ എ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? വരച്ചു കഴിഞ്ഞോ എല്ലാവരും? വരച്ചു കഴിഞ്ഞാലേ ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം RA പ്ലസ് RB വെർട്ടിക്കൽ ഫോഴ്സ്, സം ഓഫ് ഓൾ ദ വെർട്ടിക്കൽ ഫോഴ്സ്. താഴെ സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. താഴെ എഴുതാം സിൻസ് ദ സിസ്റ്റം. ഈ ഡയഗ്രാം വരച്ചതിന് ശേഷം താഴെ എഴുതാം സിൻസ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, sigma fx is equal to 0, sigma fy is equal to 0, sum of all the moments sigma m is equal to 0. Since the system is in equilibrium, sigma fx is equal to 0, sigma fy is equal to 0, sigma m is equal to 0. അതായത് sum of the horizontal force is equal to 0, sum of the vertical force is equal to 0, and sum of the moment is equal to 0. Okay, അപ്പോൾ ഇവിടെ horizontal force, since there is no horizontal force, here we have only vertical forces, അല്ലേ? Since there is no horizontal force, sigma fy മാത്രമേ ഉള്ളൂ. sigma fy എടുക്കുക, that is RA മുകളിലേക്ക് RB മുകളിലേക്ക് രണ്ട് പോസിറ്റീവ് എടുക്കുക. sigma fy എന്ന് പറയുമ്പോൾ എന്ത് വരും? RA പ്ലസ് RB മൈനസ് W1 മൈനസ് W2 മൈനസ് W3. sigma fy is equal to RA plus RB minus W1 minus W2 minus W3 which is equal to 0. കാരണം സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം ആയതുകൊണ്ട് എല്ലാ ഫോഴ്സും ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? RA plus RB is equal to W1 plus W2 plus W3. This equation number 1. ഇത്ര എഴുതിയോ എല്ലാവരും? ഓക്കെ ആണോ? ഇത്ര എഴുതിയാണേ? ഹലോ, നോട്ട് ചെയ്തോ? ഓക്കെ, ഞാനത് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞ തിയറിയാണ്. കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി ഓഫ് സ്പാൻ എൽ ആണ്. ഇത് എൽ ആണ്, സ്മോൾ എൽ. നമ്മൾ പറഞ്ഞ ഡയഗ്രത്തിനകത്തുള്ള സ്മോൾ എൽ ആണ്. സബ്ജക്റ്റഡ് ടു പോയിന്റ് ലോഡ്സ് W1 W2 W3 റെസ്പെക്റ്റീവ്ലി. റിയാക്ഷൻ RB RB. ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ വേണമെങ്കിൽ എഴുതിയാൽ മതി. നമ്മൾ എഴുതുന്നത് എന്താണ്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് എഴുതിയത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഇത് എഴുതി RA പ്ലസ് RB ഇസ് ഈക്വൽ ടു W1. നമ്മൾ ഈ ഇക്വേഷൻ ഇപ്പോൾ എഴുതിയില്ലേ? ഇവിടെ വരെയല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത്? ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? ഇവിടെ വരെ ഇതല്ലേ എഴുതിയിരിക്കുന്നത്? ഇതൊന്നും എഴുതിയിട്ടില്ല നിങ്ങൾ. ഇതിപ്പോൾ എഴുതണ്ട. ഇത് എഴുതിയതിനു ശേഷം താഴെ എഴുതുക വി നോ ദാറ്റ് ദ സം ഓഫ് ദ ക്ലോക്ക്വൈസ് മൊമെന്റ് ഡ്യൂ ടു ലോഡ്സ് അബൌട്ട് A. ഇത് നമുക്ക് ഇക്വേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഈ മെത്തേഡ് വേണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് മതിയോ? ആന്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും കൂടി ഇക്വേറ്റ് ചെയ്തിരുന്ന മെത്തേഡ് വേണോ? അതോ സം ഓഫ് ഓൾ ദ മൊമെന്റ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള മെത്തേഡ് മതിയോ? ഇതിപ്പോ എല്ലാവരും എഴുതിയോ? ഇവിടെ വരെ എല്ലാവരും എഴുതിയില്ലേ? അടുത്ത ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് എഴുതണ്ട. ഇത് ഇനിയിപ്പോ എഴുതി കൺഫ്യൂഷൻ ആവണ്ട.
ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷൻ, ഒന്നാം നമ്പർ ഇക്വേഷൻ എഴുതിയതിനു ശേഷം എല്ലാവരും എന്ത് ചെയ്യുക? We know that sum of all the moment sigma m is equal to 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം. We know that sum of all the moment sigma m is equal to 0. Moment about any point is 0 and we are taking the moment about a. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? മൊമെന്റ് അബൌട്ട് എ എടുക്കുക. എന്താണ് മൊമെന്റ് അബൌട്ട് എ? What is moment about a? മൊമെന്റ് അബൌട്ട് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അടുത്ത ഈ പോയിന്റ് എടുക്കുക. We are going to take the moment about this particular point a. ഓക്കെ, മൊമെന്റ് അബൌട്ട് ഞാൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ? എഴുതുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? എഴുതുന്നത് കാണാൻ കഴിയുന്നുണ്ടോ? ചിലപ്പോൾ പ്രസന്റേഷൻ എടുക്കുമ്പോൾ ചില സമയത്ത് കാണാറില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എഴുതുന്നത് കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ ഫസ്റ്റ് ആർ എ, നമുക്ക് ഏതൊക്കെ ഫസ്റ്റ് ഫോഴ്സ് ആർ എ ആണ്. ആർ എ ഈസ് പാസിംഗ് ത്രൂ എ. ആർ എ എന്ന് പറയുന്ന ഫോഴ്സ് എയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. വി ഡോണ്ട് നീഡ് ടു കൺസിഡർ ദാറ്റ് ഫോഴ്സ്, മൊമെന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ്. കാരണം ദർ ഈസ് നോ മൊമെന്റ് ക്രിയേറ്റഡ് ബൈ ആർ എ ബിക്കോസ് ദർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ആർ എ ടു എ. ആർ എയിൽ നിന്ന് എയിലേക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട. ഈ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് മൊമെന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, അല്ലേ? അങ്ങനെ മൊമെന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എടുക്കാം, ഇങ്ങനെ എടുത്താൽ മതി. ആർ എ ഇൻറ്റു 0 ഫസ്റ്റ്. ദെൻ രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് W1 ആണ്. W1 ഈസ് ആക്ടിങ് ക്ലോക്ക് വൈസ്. നമ്മൾ എയിൽ നിന്ന് നോക്കുമ്പോൾ തമ്പ് നമ്മൾ എയിൽ വെച്ചിട്ട് ഫോർ ഫിംഗർ നമ്മൾ W1 ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ വി ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് W1 എയെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പിടിച്ചിരിക്കുന്നത്, അല്ലേ? ഇതിങ്ങനെയല്ലേ പിടിച്ചിരിക്കത്തുള്ളൂ, ഈ ഡയറക്ഷൻ. ഞാനിപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലാണ് W1 ആരെ പിടിച്ചിരിക്കുന്നത്? പോയിന്റ് എയെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് ദ ബോഡി എ ഇൻ clockwise direction, point A in clockwise direction. So clockwise direction ആയതുകൊണ്ട് പോസിറ്റീവ് എടുക്കുക. നമ്മൾ clockwise direction ബൈ സൈൻ കൺവെൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആണ് എടുക്കുന്നത്. W1 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. സോ W1 ഇൻറ്റു എ. നെക്സ്റ്റ് ഫോഴ്സ് W2 പ്ലസ് W2. അടുത്ത മൊമെന്റ്, ടോട്ടൽ മൊമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ഫോഴ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആണ്. രണ്ടാമത്തെ ഫോഴ്സ് W1 ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് W1 ഇൻറ്റു എ ആണ്. മൂന്നാമത്തെ ഫോഴ്സ് W2 ഉണ്ടാക്കുന്ന മൊമെന്റ് എന്ന് പറയുന്നത് പ്ലസ് W2 ഇൻറ്റു ബി പ്ലസ് W3 ഇൻറ്റു സി. ഇതാണ് ഈ മൂന്ന് ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ്. ഇനി ഒരു ഫോഴ്സ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് ആർ ബി. നിങ്ങൾ ആർ ബി നോക്കുക. ഈ ഫോഴ്സുകളെല്ലാം എടുത്തപ്പോൾ ഇതെല്ലാം ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആർ ബി നമ്മളുടെ ബോഡി ഏത് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഏത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആർ ബി നമ്മളുടെ പോയിന്റ് എയെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഈ ഫോഴ്സ് ആർ ബി എന്താണ്? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ നമ്മൾ തമ്പ് എയിൽ വയ്ക്കുക. ആർ ബിയുടെ ഡയറക്ഷനിൽ ഫോർ ഫിംഗർ മൂവ് ചെയ്ത് നോക്കുക. ആർ ബിയുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആർ ബി ഈ എന്ന് പറയുന്ന പോയിന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. സോ ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഇസ് മൈനസ് ആർ ബി ഇൻറ്റു എൽ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ആർ എ ഇൻറ്റു 0 പ്ലസ് W1 ഇൻറ്റു ഇത് എഴുതിക്കോളൂ കേട്ടോ. ആർ എ ഇൻറ്റു 0 പ്ലസ് W1 ഇൻറ്റു എ പ്ലസ് W2 ഇൻറ്റു ബി പ്ലസ് W3 ഇൻറ്റു സി മൈനസ് ആർ ബി ഇൻറ്റു എൽ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മളുടെ സം ഓഫ് ഓൾ ദ മൊമെന്റ്. ഇതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് 0 പോയില്ലേ? ആർ എ ഇൻറ്റു 0 ഈസ് 0. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമുക്ക് എന്ത് വരും? W1 ഇൻറ്റു എ പ്ലസ് W2 ഇൻറ്റു ബി പ്ലസ് W3 ഇൻറ്റു സി ഇസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു എൽ. കാരണം ആർ ബി ഇൻറ്റു എൽ 0 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഈക്വലിറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആർ ബി ഇൻറ്റു എല്ലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായി. അപ്പോൾ അത് ഈക്വൽ ടു ഫ്രം ദിസ് ഇക്വേഷൻ ആർ ബി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? From this equation we can find out RB, that is equal to W1 into A. അപ്പോൾ ഈ ഇതിൻ്റെയൊക്കെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? We can find out RB. അതായത് വെയിറ്റിൻ്റെ ഒക്കെ വാല്യൂ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ തന്നേക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ L. ഓക്കെ, വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആർ ബിയുടെ ഇക്വേഷൻ. ആർ ബിയുടെ ഇക്വേഷൻ കിട്ടിയ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്തുണ്ട്? ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു എന്താണ്? W1 plus W2 plus W3. ഇതിൽ നമുക്ക് ആർ എ കണ്ടുപിടിച്ചൂടെ? വാട്ട് ഈസ് ആർ എ? ആർ എ ഇസ് ഈക്വൽ ടു W1 മൈനസ് W2 മൈനസ് W1 പ്ലസ് W2 പ്ലസ് W3 മൈനസ് ആർ ബി ആണ് എന്ത്?
RB വാല്യൂ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RA വാല്യൂ കിട്ടി. ഇതാണ് നമ്മളുടെ മെത്തേഡ്. ഇതൊന്ന് ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കുക. ഇത് ഇക്വേഷൻ ആയിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കൺസെപ്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് അനലിറ്റിക്കൽ പാർട്ട് എങ്ങനെ വരും എന്നുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത് കാണിച്ചത്. ക്ലിയർ ആണോ അത്? ഓക്കെ, ആയിക്കോട്ടോ. ക്ലിയർ ആണോ? മെത്തേഡ് ക്ലിയർ ആണോ? കുഴപ്പമില്ല സാർ. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. കൂടുതൽ ഫോളോ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പോൾ നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിന്റെ പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഇതിനകത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക. ഈ കാണിച്ചിരിക്കുന്ന പ്രോബ്ലംസ് ആണ് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക കേട്ടോ. So we will do a problem. First you do this problem. അതായത് a simply supported beam AB of span 5 meter is loaded as shown in figure. Okay, find the reaction at A and B. എയിലെയും ബിയിലെയും റിയാക്ഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Here we are having only simply supported. Here we are having a simply supported beam and also we are having point loads. പോയിന്റ് ലോഡ്സും സിംപ്ലി സപ്പോർട്ടഡ് ബീമും മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ യൂഡിയൽ, ദർ ഇസ് നോ മൊമെന്റ് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? RA RB കണ്ടുപിടിക്കുക. എങ്ങനെ ചെയ്യാം? ഹൗ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം? നിങ്ങൾ തനിയെ ചെയ്യോ, ഞാൻ ചെയ്യണോ? എന്താണ് ഇത്? ഞാൻ പറഞ്ഞിട്ടോ, അടുത്ത മുതൽ തനിയെ ചെയ്യാമോ? ഹലോ ആ, ഓക്കെ അല്ലേ? ഓക്കെ ആണോ? കേൾക്കുന്നില്ലേ പറയുന്നത്? ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രീ ബോഡി ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വി നീഡ് ടു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ ബോഡി. അതായത് AB എന്ന് പറയുന്ന ലൈൻ അതേ തന്നെ എടുത്തങ്ങ് വരയ്ക്കാം. AB വരച്ചേ. അതിനുശേഷം പോയിന്റ് ലോഡ്സ്, അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡ്സ് ഏതൊക്കെയാണ്? 3 കിലോ ന്യൂട്ടൺ, 4 കിലോ ന്യൂട്ടൺ ആൻഡ് 5 കിലോ ന്യൂട്ടൺ. This is RB, reaction at B. This is reaction at A, RA. Okay. And what is this distance? This distance is 2 meter. തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഞാൻ എല്ലാം മാർക്ക് ചെയ്യുന്നില്ല ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ this distance is 2 meter and this distance is 1 meter. എല്ലാം കൂടി നോക്കി ഞാൻ മാർക്ക് ചെയ്ത് കളവാക്കണോ? ഓക്കെ, 2 meter and this is 5 meter. ഓക്കെ, എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ദ ബീം ഈസ് 5 meter ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, ഞാനത് നെയിം ചെയ്യാനാണെങ്കിൽ P Q R PQ ആണ്. അതായത് പോയിന്റ് പിയിലാണ് 3 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്, പോയിന്റ് ക്യൂയിലാണ് 4 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്, പോയിന്റ് ആറിലാണ് നമുക്ക് എന്ത് 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. സോ ഇറ്റ് ഈസ് ദ പോയിന്റ് P is at a distance of 2 meter from A and point Q is at a distance of 3 meter from A. നമുക്ക് A എന്ന ഡിസ്റ്റൻസ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ it is 3 meter, 2 plus 1, 3 meter. And point R is at a distance of 2 plus 1 plus 2, that is 5 meter from distance from point A. 5 meter distance from point A. ടോട്ടൽ 5 മീറ്റർ അവിടെ തന്നെ വന്നല്ലോ. ഓക്കെ, അത് ഇറക്കമുണ്ട് കേട്ടോ പ്രോബ്ലത്തിനകത്ത്. ഇത് 1 മീറ്റർ എടുത്താൽ മതി. മിസ്റ്റേക്ക് ആണ്. ഇവിടെ 1 മീറ്റർ എടുത്താൽ കേട്ടോ. 1 മീറ്റർ എടുത്ത് സോൾവ് ചെയ്ത് നോക്കാം. കാരണം ടോട്ടൽ ലെങ്ത് എത്ര വന്നിട്ടുണ്ട്? 5 മീറ്റർ എന്ന് വന്നിട്ടുണ്ട്. പിന്നീട് ഇത് നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ അത് മൊത്തത്തിൽ 5 മീറ്റർ വന്നു കഴിഞ്ഞാൽ 5 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന പോയിന്റ് ബിയിലല്ല ആക്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ എടുക്കണമെന്നില്ല. 1 മീറ്റർ വെച്ച് എടുത്ത് ഞാനിപ്പോൾ 1 മീറ്റർ വെച്ച് സോൾവ് ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രോബ്ലം വേറെ ആവാനുള്ള ചാൻസ്, കാരണം ഈ ഡിസ്റ്റൻസ് ഉണ്ട് 1 മീറ്റർ ആണ്. അതേ സെയിം മെഷർമെന്റ് ആണ് നമ്മുടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവർ മാർക്ക് ചെയ്തപ്പോൾ 2 മീറ്റർ എന്നുള്ള മാർക്ക് ചെയ്തിരിക്കുന്നു. 2 മീറ്ററിന് ലെങ്ത് ഉണ്ട്, എത്രയും വരും.
അപ്പോൾ ഇത്രയും അവിടെ വന്നിട്ടില്ല. ഓക്കെ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, ഇനി എങ്ങനെ സോൾവ് ചെയ്യാം? സിൻസ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇത് എന്ത് ബോഡിയാണ്? എന്ത് ബോഡിയാണ്? കോപ്ലാനാർ പാരലൽ ഫോഴ്സസ് അല്ലേ? ഒരേ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന പാരലൽ ഫോഴ്സസ് ആണ്. സോ ദ ഇക്വേഷൻ ഈസ് സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0. സം ഓഫ് ഓൾ ദ മൊമെന്റ് ഇസ് ഈക്വൽ ടു 0. സിഗ്മ എഫ് എക്സ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഇവിടെ ഉണ്ടോ ഏതെങ്കിലും? ഇല്ല. സോ വി ഡോണ്ട് നീഡ് ടു കൺസിഡർ ദിസ് വൺ. ഓൺലി സിഗ്മ എഫ് വൈ വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ മുകളിലേക്കും താഴേക്കും പോകുന്ന ഫോഴ്സസേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും മൂവ് ചെയ്യുന്ന ഫോഴ്സസ് ഇതിനകത്തില്ല. സോ വി ഡോണ്ട് നീഡ് ടു കൺസിഡർ സിഗ്മ എഫ് എക്സ്. സോ സിഗ്മ എഫ് ഐ കൺസിഡറിംഗ് സിഗ്മ എഫ് വൈ വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് വെർട്ടിക്കൽ ഫോഴ്സ്, ഒന്നാമത്തെ വെർട്ടിക്കൽ ഫോഴ്സ് ആർ എ ഈസ് ആക്ടിങ് അപ്വേർഡ്സ്, സോ പോസിറ്റീവ്. ദെൻ അടുത്തത് 3 kilonewton. 3 kilonewton ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്, സോ നെഗറ്റീവ്, minus 3 kilonewton. Then 4 kilonewton. 4 kilonewton is acting downwards, so negative. 5 kilonewton. 5 kilonewton is acting downwards, so negative. Then RB is acting upwards, so positive. This is equal to 0 since the body is in equilibrium. So RA plus RB is equal to endu varum? RA plus RB is equal to 3 plus ഞാനിത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. റൈറ്റ് സൈഡിലേക്ക് ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതാണ്. ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന -3 -4 -5 റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ 3 + 4 + 5 ആയി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. ക്ലിയർ ആണോ? സോ RA plus RB is equal to എന്തെന്ന് വന്നു? RA plus RB is equal to 12 എന്ന് വന്നു. 12 കിലോ ന്യൂട്ടൺ ആണ്, കാരണം എല്ലാം കിലോ ന്യൂട്ടണിലാണ് വന്നേക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ കിലോ ന്യൂട്ടൺ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് വൺ സൊല്യൂഷൻ. Now we are going to take the moment about A. സിഗ്മ എം എ എടുക്കുകയാണ്. സിഗ്മ എം എ മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ എടുക്കുകയാണ്. അപ്പോൾ മൊമെന്റ് അബൌട്ട് എ എന്ന് എടുക്കുമ്പോൾ ഫസ്റ്റ് സിഗ്മ എം എ moment about A is equal to RA into 0. എന്തുകൊണ്ടാണ് RA into 0 വന്നേ? RA എന്ന് പറയുന്ന A എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് there is no moment, അല്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. RA ആ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യണം. A എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യണം RA. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് RA into 0, that is the moment created by RA. Then അടുത്ത ഫോഴ്സ് 3 kilonewton. 3 kilonewton is acting clockwise, so 3 into 2 clockwise. എങ്ങനെ വന്നു 3 into 2? 3 kilonewton വെർട്ടിക്കലി താഴേക്ക്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്, അല്ലേ? എയിൽ നിന്നുള്ള എയിൽ നിന്നുള്ള മൊമെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. വി ആർ നോട്ട് ടേക്കിംഗ് ദ മൊമെന്റ് അബൌട്ട് ബി, വി ആർ ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ 3 kilonewton into 2. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? മൊമെന്റ്. എപ്പോഴും അത് ശ്രദ്ധിച്ചോളൂ. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 kilonewton ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 meter ആണ്. ഇറ്റ് ഈസ് ആക്ടിങ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് തമ്പ് ഇവിടെ വെച്ചിട്ട്, തമ്പ് എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് 3 kilonewtonന്റെ ഡയറക്ഷനിൽ നമ്മളൊന്ന് മൂവ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ അടുത്തത് 4 kilonewton. 4 kilonewton ഈസ് ഓൾസോ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 4 kilonewton ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാ? എയിൽ നിന്ന് എത്രയാണ് ആക്ട് ചെയ്യുന്നത്? 4 into 2 plus 1, that is 3 meter. 4 into 3. Okay, 4 into 3. എയിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? 2 plus 1, 3 meter. That is also acting in clockwise direction, so it is also positive. Next അടുത്ത ഫോഴ്സ് അതിന്റെ കൂടെ തന്നെ എഴുതി പോയാൽ കേട്ടോ. ഇപ്പൊ തന്നെ എഴുതി, ഇവിടെ സ്ഥലമില്ലാത്തത് ഞാൻ താഴോട്ട് എഴുതുന്നതാണ്, ഡിവിഷൻ ഒന്നുമല്ല. ദെൻ അടുത്ത ഫോഴ്സ് ഏതാണ്? 5 kilonewton പ്ലസ് 5 into എത്രയാ? 5 into 4. 2 plus 1 plus 1, that is 4. 5 into 4, that is also clockwise, so that is also positive. Next RB ആണ് അടുത്ത ഫോഴ്സ്, അല്ലേ? അടുത്ത ഫോഴ്സ് വരുന്നത് ഏതാണ്? RB ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. When we are seeing from point A, it is making the body rotate in anti clockwise direction. നമ്മൾ പോയിന്റ് എ ഫിക്സ് ചെയ്യുക. പോയിന്റ് എ ഫിക്സ് ചെയ്തിട്ട് RB നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മേക്കിംഗ് ദ
ബോഡി എ ബി റൊട്ടേറ്റ് ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ അബൌട്ട് എ. അതായത് എന്ത് ചെയ്താൽ മതി, തമ്പ് നമ്മൾ എയിൽ ഫിക്സ് ചെയ്യുക, ആർ ബിയുടെ ഡയറക്ഷൻ നമ്മളൊന്ന് 4 ഫിംഗർ മൂവ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും ഏത് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. അതിന് ഇവിടെ അങ്ങനെ തമ്പ് വെച്ച് നോക്കിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് ഇതിങ്ങനെ മുകളിലോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നത്, ഇങ്ങനെയാണ് കറക്കുന്നത് അല്ലേ, ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനാണ് കറക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്താണ്, അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് നെഗറ്റീവ് മൈനസ് ആർ ബി ഇൻറ്റു 5 is equal to 0. ക്ലിയർ ആണല്ലോ. സോ വാട്ട് ഈസ് ആർ ബി? നമുക്ക് ഇത് പോയില്ലേ, 6 ഇൻറ്റു 0 is 0, അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി എന്തുണ്ട്, 3 ഇൻറ്റു 2 6 പ്ലസ് 4 ഇൻറ്റു 3 12 പ്ലസ് 5 ഇൻറ്റു 4 20 മൈനസ് 5 ആർ ബി is equal to 0. That is 5 RB is equal to 6 plus 12 plus 20. 6 plus 12 എത്രയാണ്, 18. 18 plus 20 എത്രയാണ്, 18 plus 20 38. അപ്പോൾ അതങ്ങനെ എഴുതാം. 38 is equal to 5 RB എന്ന് എഴുതി. From that RB is equal to 38/5. ക്ലിയർ ആണോ? കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലേ? ക്ലിയർ ആണോ? വ്യക്തമാണോ? ആർ ബി കിട്ടൂലേ? കിട്ടുമോ? 7.6 kilonewton. ഇനി ആർ എ കണ്ടുപിടിച്ചേ. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 ആൻഡ് ഫൈൻഡ് ഔട്ട് ആർ എ. ഇംപ്ലൈസ് ആർ എ is equal to എത്രയാണ്, 12 മൈനസ് ആർ ബി ആണ്. That is equal to 12 minus 7.6. That is equal to, താഴെ ചെയ്താൽ മതി എത്ര കിലോ ന്യൂട്ടൺ കിട്ടി എന്നുള്ളത് പറയാം. മെത്തേഡ് ക്ലിയർ ആണോ? ഈ മെത്തേഡ് ക്ലിയർ ആണോ? അവിടെ ചെയ്യാൻ പറ്റൂലേ? ഇതാണ് നമ്മൾ ആ ഇക്വേഷൻ പറഞ്ഞതാണ്, സെയിം തന്നെയാണ് ഇക്വേഷൻ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവുമെന്ന് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി ക്ലിയർ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് കോംപ്ലക്സ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല. ഓക്കെ, ഇത് നോട്ട് ചെയ്തോ? നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്യുന്നുണ്ടോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? അടുത്തേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മൾ ഇത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഏത് ആർ എ കണ്ടുപിടിക്കുന്നതാണോ ആർ ബി ആണോ? ഈ സ്റ്റെപ്പ് ആണോ, മൊമെന്റ് ആണോ? ആർ ബി നമ്മളിപ്പോ ഈ ഇക്വേഷൻ എന്താ ചെയ്യാം, മൊമെന്റ് അബൌട്ട് എ ആണ് നമ്മൾ എടുത്തത്. 6 ഇൻറ്റു 0 പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 4. ഇതെല്ലാം ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എടുത്തത്. നെഗറ്റീവ് ആയിട്ട് വരുന്ന ഏതാണ്, ആർ ബി ആണ്. കാരണം അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആർ ബി ഇൻറ്റു 5 which is equal to 0. കാരണം സംഭവം മൊമെന്റ് is equal to 0. കാരണം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, അവിടെ റൊട്ടേഷനോ റെവല്യൂഷനോ ഒന്നുമില്ല. സാധനം എന്താണ്, റെസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഇക്വിലിബ്രിയത്തിലായതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ടു 0 കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്ത് 6 × 0 ആയപ്പോൾ അത് കട്ട് ചെയ്ത് പോയില്ലേ, 0 അല്ലേ വരത്തുള്ളൂ. പിന്നീട് 3 × 2 is 6, 4 × 3 is 12, 5 × 4 is 20, then minus 5 RB. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഈ 5 RB മൊത്തത്തിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതാണ് ഇങ്ങനെ വന്നത്. ഇംപ്ലൈസ് 5 RB റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി, പ്ലസ് RB എന്ന് വരത്തില്ലേ. 5 RB റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും, പ്ലസ് ആവത്തില്ലേ. മൈനസ് റൈറ്റിലേക്ക് പോകുമ്പോൾ 5 പ്ലസ് ആയി. അതാണ് പ്ലസ്, ഇവിടെ പ്ലസ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വന്നത്. പിന്നീട് ഇതെല്ലാം കൂടി ആഡ് ചെയ്തു. 6 + 12 എത്രയാണ്, 18. 18 + 20 38. ദാറ്റ് ഈസ് 5 RB is equal to 38 എന്ന് വന്നു. 5 RB is equal to 38. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 5 RB is equal to 38 അങ്ങനെ എഴുതാം. 5 RB is equal to 38 എന്ന് വന്നു.
ഇതിന് ഞാൻ എന്ത് ചെയ്തു? ആർ ബി സിക്കൽ എന്തെന്ന് കിട്ടി? 38/5. ക്ലിയർ ആണല്ലോ? അതിൽ നമുക്ക് വാല്യൂ കിട്ടാം. ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ആർ ബിയുടെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷനിൽ ആർ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടും. കിട്ടൂലേ? വ്യക്തമാണല്ലോ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയിക്കൂടെ? ഓക്കെ അല്ലേ? ഈ പ്രോബ്ലംസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴും ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങളുടെ ഫേസ് എക്സ്പ്രഷൻ ഒന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഈ പ്രോബ്ലം എന്ന് എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയേ. A simply supported beam AB of span 6 meter is loaded as shown in figure. Determine the reaction at the support A and B. Determine the reactions at the support A and B. A നും ബിയിലുള്ള സപ്പോർട്ട് ഒന്ന് നോക്കാം. ഞാൻ ഇതിനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇത് ഏതായിട്ട് കാണിച്ചു തരാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. നിങ്ങളിതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യണേ. ഇതും കൂടി ചേർത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ദിസ് ഈസ് RA, this is RB. Okay, ഈ ക്വസ്റ്റ്യൻ കൂടി എഴുതുന്നേ ഉള്ളൂ. ഫ്രീ ബോഡി വരച്ചിട്ട് ഞാൻ നിർത്താം. Here we are having a force 4 kilonewton. Here we are having a force 1.5 kilonewton. ഓക്കെ, എല്ലാത്തിനും ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എല്ലാത്തിനും ഡിസ്റ്റൻസ് തന്നിട്ടില്ലേ? പിന്നീടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ദിസ് ഈസ് സി, ദിസ് ഈസ് എ. ഓക്കെ, ഇവിടെ നമുക്ക് ഇ വരെ ഒരു ലെങ്ത് ഉണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ഡി. ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ് ഞാനൊന്ന് നിർത്താം. ഇവിടെ 2 kilonewton എന്ന് പറയുന്ന ഒരു UDL, 2 kilonewton per meter എന്ന് പറയുന്ന ഒരു UDL ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഫോർ എ ലെങ്ത് ഓഫ് 1.5 meter. ഇതിനെ നമ്മൾ ഒരു സിംഗിൾ പോയിന്റ് ലോഡായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നേ? 2 kilonewton per meter ഒരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് ഈസ് ആക്ടിങ് അപ്പോൺ ഡിസ്റ്റൻസ് ഓഫ് 1.5. ദാറ്റ് ഈസ് 2 into 1.5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 kilonewton ആണ് ടോട്ടൽ വരുന്നത്. 2 kilonewton per meter. 2 kilonewton per meter is acting on a distance of 1.5 meter. So the total force is equal to 3 kilonewton. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു മൊത്തത്തിൽ ഒരു സിംഗിൾ ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ആ സിംഗിൾ ഫോഴ്സ് എത്രയാണ്? 3 kilonewton ആണ്. ആ 3 kilonewton is acting at the center of CE. CEയുടെ സെന്റർ എത്രയാണ്? CEയുടെ സെന്റർ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നത്. ഇതാണ്. ദിസ് ഈസ് ഈക്വലന്റ്. ദീസ് ടു ആർ സെയിം. രണ്ടും ഈക്വലന്റ് ആണ്. where this is 3 kilonewton. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 1.5 divided by 2. This is 1.5 divided by 2. അതിന്റെ പകുതി ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് ആക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നേരത്തെ ചെയ്താണൊക്കെ ചെയ്തൂടെ? RA plus RB is equal to എത്ര വരും? 4 plus 3 plus 1.5. ചെയ്യാമോ? പ്രോബ്ലം ചെയ്യാമോ? ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇന്നത്തെ ലെക്ചറോട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം കൂടി ചേർത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫ്രീ ബോഡി ഡയഗ്രാം, FBD ഫ്രീ ബോഡി ഡയഗ്രാം. ഒന്ന് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ വേണ്ട, നമ്മൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ നമുക്ക് എന്ത് മതി? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് മതി. എല്ലാം എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മതി. എല്ലാത്തിന്റെ എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മതി. ഞാൻ 1.5/2 എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മെഷർമെന്റ് ജസ്റ്റ് മാർക്ക് ചെയ്തേ ഉള്ളൂ. ഒരെണ്ണം മതിയല്ലോ. നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുത്താൽ മതി. മൊമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എത്ര എടുക്കൂടെ? 1.5 plus 1.5/2 അത്ര വരും? 2.25 വരും അല്ലേ? എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഓരോന്നും എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് അങ്ങനെ എടുക്കണം. ഓക്കെ, നിങ്ങളൊന്ന് വരച്ച് ചെയ്ത് നോക്കുക. പ്രോബ്ലം ചെയ്ത് നോക്കുക. തനിയെ അറ്റൻഡ് ചെയ്ത് നോക്കുക എത്രയാണ് കിട്ടുന്ന വാല്യൂ. നിങ്ങൾ എത്ര കിട്ടുന്നതായാലും നിങ്ങളൊന്ന് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് ആദർശ് പ്രമോദ് ഉണ്ടോ? റോൾ നമ്പർ 1. റോൾ നമ്പർ 1. ഓക്കെ, പറയാൻ പറ്റാത്തവര് ചാറ്റ് ബോക്സിൽ ഇടണേ. റോൾ നമ്പർ 2 അശ്വിൻ ജോയ്. ഓക്കെ, അഭിജിത്ത് വിനോദ്. റോൾ നമ്പർ 3. റോൾ നമ്പർ 3 ആബ്സെന്റ്. റോൾ നമ്പർ 4 അഭിഷേക് TR.
Abhishek Tier, absent. Roll number 5, Adil Ashfaq. Present, sir. Okay. Roll number 6, Faril Adnan Naushad. Absent. Roll number 7, Ajit Tejas. 7%. Present, sir. Okay. Roll number 8, Ajmal K. Present, sir. Okay. Aman Abdul Rahman. Roll number 9. Present, sir. Present, Okay. sir. Roll number 10, Amir Shahul. Present, sir. Okay. Anandu Balachandran. Roll number 11. Present, sir. Okay. Roll number 12, Anandu KR. Present, sir. Present, sir. Okay. Roll number 13, Anupama. Present, sir. Okay. Roll number 14, Ashida. Present, sir. Okay. Roll number 15, Ayub Nasser. Present, sir. Okay. Roll number 16, Ashar Salim. Present, sir. Okay. Roll number 17, Balu Nived Pasi. Present, sir. Okay. Palliparamban Abdul Basit. Roll number 18. Present, sir. Okay. Roll number 19, CA Muhammad Ansel. Present, sir. Okay. Roll number 20, Sion CB. Present, sir. Okay. Muhammad Fahad CS. Fahad CS. Roll number 21. Okay. Present, sir. Roll number 22, Fahad Hussein. Present, sir. Josh Shaiju, 24. Present, sir. Jubaid K. Nasir, 25. Present, sir. Rajesh, 26. Roll number 26, Rajesh. Okay. Absent. Roll number 27, Minhaj. Minhaj. Absent. Roll number 28, Mohammed Fawaz. sir. Present, sir. Mohammed Fawaz ആണോ? 28 ആണോ? അതെ. Okay. അതെ. 29, Naeem. Naeem, absent. Okay, 29. Roll number 30, Atish. Present, sir. Okay, roll number 31, Altaf. Altaf PN, absent. Roll number 32, Mohammed Faris. Present, sir. Mohammed Faiz, 33. Present, sir. 34, Hafiz. Present, sir. 35, Rifan. Rifan, absent. 35. Roll number 36, Yasin PK. 36, present, sir. Okay. Present, sir. 31% ആണ്. 31%. Okay. എവിടെ പോയിരുന്നു വിളിച്ചപ്പോൾ അൽത്താഫ്? സാറേ ഫോണിൽ ഹാങ് ചെയ്യുന്ന വെച്ച് മറ്റേ സ്ക്രീൻ റൊട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി കളിക്കുന്നത്. Okay. 37, Nikhil Thomas. സാർ Okay. Mohammed Yasin. Present, sir. Okay. Pooja Pradap Kumar. പ്രസന്റ് സാർ. Okay. Riaz TS. Riaz, absent. Roshan. Present, sir. Okay. Sahil Babu. പ്രസന്റ് സാർ. Then Saifuddin. Present, sir. Then Salman Faris. Present, sir. Okay. Sanjay Sajeev. 45. 45, Sanjay Sajeev. Sanjay Sajeev absent. Okay, 45. Then 46, Suraj. Present, sir. Okay. 47, Suhail. Present, sir. 48, Safwan. Present, sir. Okay, absent is 3, 2, 6, 27, 26, 27, 29, 31, 35, 40, 45. Okay, thank you. 40% ആണ്, sir. 40% ആണ്. Okay. Okay, thank you.